നമുക്കേ ഈ വൈറ്റ് ഷർട്ടിൽ ഒന്ന് എക്കോ പ്രിന്റിംഗ് ചെയ്ത് നോക്കിയാലോ? ഗ്യാസ് ഇല്ലാത്ത സമയത്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് കാണിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനം വെച്ചിട്ടാണ് ഞാൻ ഇത് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെയ്ത് നോക്കിയാലോ? ബാ, ഇതാണ് നല്ല ഹീറ്റാണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സിന്റെ പേരാണ് മാസ്ചറൈസേഷൻ. മാസ്ചറൈസേഷൻ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാബ്രിക്കിന്റെ അബ്സോർബൻ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന വൈറ്റ് സ്റ്റിച്ചഡ് അല്ലേ, അപ്പൊ അതിന്റെ അത് എത്രത്തോളം അബ്സോർബ് ചെയ്യുമെന്ന് നമുക്കറിയില്ല. അപ്പൊ അതിന്റെ അബ്സോർബൻ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി ചെയ്യുവാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ ഞാൻ സർഫ് എക്സൽ ആണ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് ഒരു ഹാഫ് ആൻ അവർ മെറ്റീരിയൽ പുഴുങ്ങണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് മോയ്സ്ചറൈസേഷൻ വരും. അപ്പം നമുക്കത് ചെയ്യാം. ഓക്കെ, നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് പൊടിക്ക് ഒരു കണക്കുണ്ട്. നമ്മൾ എത്രത്തോളം ഫാബ്രിക് അല്ലെങ്കിൽ ഫാബ്രിക്കിന്റെ വെയിറ്റ് എന്തോരാണോ വരുന്നത്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടത്, സോപ്പ് പൊടി അല്ലെങ്കിൽ സോഡ ആഷ് ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ സോഡ ആഷ് കിട്ടാത്തതുകൊണ്ട് അതിന് പകരമായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സോപ്പ് പൊടി ഉപയോഗിച്ചത്. അപ്പം ഞാൻ മുക്കുവാണ് ഗൈസ്, മുക്കുവാണ്. എന്താകും എന്തോ, എന്തായാലും മുക്കി വെക്കാം നമുക്ക്. ഏകദേശം അരമണിക്കൂർ ആവാറായിട്ടുണ്ട്. ഭയങ്കര ചൂടൂടെ, രക്ഷയില്ല. പിന്നെ അടുപ്പിന്റെ ചൂടും കൂടെ ആകുമ്പോൾ ഇരട്ടിയാ. അരമണിക്കൂർ ആയിട്ടുണ്ട്. സോ വെന്തിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണോ? ഇനി ഇത് നമുക്കിനി നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്യാം. ഇതാണ് മോയ്സ്ചറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പൊ നമുക്കിത് വാഷ് ചെയ്യാം. ഇത് നോർമൽ വാട്ടറിൽ കഴുകിയെടുക്കാം. നല്ല ചൂട്, തിളച്ചിരിക്കുന്നത്. അത് ചെയ്ത് കഴിഞ്ഞ് അരമണിക്കൂറാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അരമണിക്കൂർ കഴിഞ്ഞ് നോർമൽ വാട്ടറിൽ റിൻസ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ റിൻസ് ചെയ്യാം. യൂഷ്വലി നമുക്ക് ഈ പ്രോസസ്സേ നമ്മുടെ നോർമൽ ക്ലോത്ത് ഒക്കെ കുറച്ചൊന്ന് ഡള്ളായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കറയൊക്കെ പിടിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോസസ്സ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഡൈ ചെയ്യാതെ തന്നെ ഇങ്ങനെ പുഴുങ്ങിയെടുക്കാന്ന് പറയത്തില്ല. പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ തോർത്തൊക്കെ നമ്മളിങ്ങനെ പുഴുങ്ങിയെടുക്കും. കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ അതെന്ത് ചെയ്യും, പുഴുങ്ങിയെടുത്തിട്ട് ഒന്നുകൂടി ഉപയോഗിക്കും. ഇപ്പൊ നമ്മൾ അണ്ടർവെയേഴ്സും ഈ കാര്യങ്ങളെല്ലാം അങ്ങനെ ചെയ്യാറില്ലേ. സോ ആ പ്രോസസ്സ് തന്നെയാണ്. ഇതിന്റെ അകവും വൃത്തിയായി. ഇത് കുറച്ചുകൂടി ഇതിന്റെ അകത്ത് അഴുക്കുണ്ടായിരുന്നു. അതെല്ലാം എന്താ പറയാ, വീട്ടിൽ ഉപയോഗിക്കുന്നതല്ലേ, കറ പോയി. ഇതിപ്പോ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അബ്സോർബന്റ് ആവും. നമുക്ക് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഒരു ലൈറ്റ് ലെമണെല്ലോ കിടപ്പുണ്ട്. അപ്പൊ അത് വെച്ചൊന്ന് ബേസ് ചെയ്ത് നോക്കാം. വർക്ക് ആവുകയാണെങ്കിൽ. എങ്ങനെയാ പ്രിന്റ് വരുന്നതെന്ന് അറിയത്തില്ലല്ലോ, നമ്മളിത് ഫസ്റ്റ് ടൈം അല്ലേ ചെയ്യുന്നത്. ഇതേ ഞങ്ങളുടെ വീടിന്റെ ബാക്കിൽ പിടിച്ചിരിക്കുന്ന, അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് കുറച്ചെടുക്കാം. ഇത് പറിക്കാൻ ആരുടെയും പെർമിഷൻ വേണ്ടല്ലോ. ആൻഡ് ഇത് മേളിലേക്ക് പടരുന്നതാ. ഇതും കൂടെ ഒരെണ്ണം ഒടിച്ചെടുക്കാം. പണ്ട് ഈ ചെടിയുടെയൊക്കെ ബ്ലൂ ഒക്കെ അവൈലബിൾ ആയിരുന്നു. ഇതിപ്പോ ഒരു ചെറിയ ചെടിക്ക് 25 രൂപയോ എന്തിരുന്നിട്ടാണാവോ. എടുക്കാം. കായ മതിയായിരുന്നു. നല്ലല്ലോ അല്ലേ, അതുകൂടെ നമുക്ക് എടുക്കാം. ഇതിൽ വരുന്ന പോലുമില്ല, അത്രയും ഡാർക്ക് പിങ്ക് ഒക്കെയാ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ചെടിയുടെ പേരറിയാമെങ്കിലേ ഒന്ന് പറയണേ. ഇതിന്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഇത് പെട്ടെന്ന് കിളുക്കും. കറിവേപ്പില ഇല്ലാതെ എന്ത് പ്രിന്റിങ്? ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ തന്നെ കറിവേപ്പില. ഈ പൂക്ക് നിങ്ങളുടെ വീടിന്റെ ഒക്കെ അവിടെ ഉണ്ടാവൂലേ? റൗണ്ട് ചെയ്തെടുക്കണം ഇതിന്റെ പുറത്തുകൂടി. ചിങ്ങാൻ കൂടി ഇരുന്നോട്ടെ. പ്രിന്റ്
ഞാനിതിനെ പൈപ്പിംഗ് ത്രെഡ് ആണ് ഉപയോഗിക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട്. അടങ്ങി നിൽക്കേ. ഇത് നമ്മള് പുഴുങ്ങാൻ പോവാ. ആകുമെന്ന് അറിയത്തില്ല. പൈപ്പിംഗ് ത്രെഡ് ആകുമ്പോൾ നല്ല ടൈറ്റ് വരുന്നോളൂ. കോട്ടൺ ത്രെഡ് ആണേ. ഇനി ഇതിനൊരു 1.5 മണിക്കൂർ എവിടെയോ ചരടുണ്ടായിരുന്നല്ലോ. ആ അപ്പൊ കിഴി റെഡി ആയിട്ടുണ്ട്. നല്ല ടൈറ്റിൽ കെട്ടണം. നമ്മൾ പൈപ്പിംഗ് ത്രെഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കെട്ടാൻ വേണ്ടിയിട്ട്. നല്ല ടൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. വരുമെന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് ഇവിടെ നല്ല ചൂടാണ്. ഒരു ചെറിയ കാറ്റ് പോലും ഇല്ല. ചെറിയ കാറ്റൊക്കെ വീശുമ്പോൾ നല്ല ആശ്വാസമുണ്ട്. ഇനി നമ്മൾ പുഴുങ്ങാൻ പോകുന്ന സ്ഥലത്തും വെയിലായിട്ടുണ്ട്. അപ്പൊ എന്തായാലും പുഴുങ്ങാൻ വെക്കാം. ഒരു 1.5 മണിക്കൂറാണ് നമ്മളിത് പുഴുങ്ങാൻ വെക്കേണ്ടത്. അപ്പം നമുക്കിത് അടുപ്പ് കത്തിച്ച് വെള്ളം ചൂടാക്കിയിട്ട് തന്നെ അതിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പണി നോക്കാം. ഇന്ന് പെസാവേഴാണ്. അപ്പം വീടൊക്കെ ഒതുക്കാനുണ്ട്. ഞാൻ ഷിഫ്റ്റ് ചെയ്തതേ ഉള്ളൂ. സോ ലോട്ട് ഓഫ് ഐറ്റംസ് ആർ ഹിയർ ടു അറേഞ്ച്. സോ അത് ചെയ്യണം. അപ്പൊ ഇത് നമുക്ക് വെച്ച് ഇടക്ക് മാത്രം നോക്കിയാൽ മതി. നമുക്കിത് പുഴുങ്ങാം. ഇപ്പൊ ഇതിനൊരു ചെറിയൊരു നനവുണ്ട് കേട്ടോ. അപ്പൊ ഇത് നനവില്ല എങ്കിൽ നമ്മളിപ്പം ഡ്രൈ ആക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ എടുക്കുക ചെയ്തേ. ഡ്രൈ ആയിട്ടില്ല എങ്കിൽ, അല്ല സോറി, നിങ്ങളിത് ഡ്രൈ ആകുവാണെങ്കിൽ നിങ്ങളിത് വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം പുഴുങ്ങാൻ വെക്കാൻ. എങ്കിലേ നല്ല രീതിയിൽ ഇത് പുഴുങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ബാ പുഴുങ്ങാം. പുഴുങ്ങാനുള്ള റെഡി. ഈസ്റ്റായിട്ട് എന്താ പുഴുങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുണി പുഴുങ്ങിയെന്ന് ഞാൻ പറയും. അപ്പൊ അതെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. 1.5 മണിക്കൂറാണ് ഡ്യൂറേഷൻ നമുക്ക് വേണ്ടത്. 1.5 മണിക്കൂർ ഇരുന്ന് ഇത് പുഴുങ്ങണം. എന്താകുമെന്ന് എനിക്കറിയത്തില്ല. ജസ്റ്റ് ട്രൈ ആണ്. വിജയിച്ച നമുക്ക് വേറെ ഷട്ടിലും ചെയ്യാം. ചെയ്യേണ്ടവർക്കൊക്കെ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽ ഞാൻ കൊടുത്തേക്കാം. ഫ്രണ്ടിൽ ചെന്നിട്ട് അഴിച്ചു നോക്കാം എന്താവും അവസ്ഥയെന്ന്. ഇതെന്തായാലും ഇത്ര ആയിട്ടുണ്ട്. ഇനി എന്താകുമെന്തോ ചെയ്ത് നോക്കാം. നല്ല പോണ ചൂടുണ്ട്. എന്താകുമെന്തോ. ഇത് കുറച്ച് പ്രിന്റ് വന്നിട്ടുണ്ട്. ഇവിടെ ഇത് കുറച്ച് പ്രിന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച അത്രയും കട്ടിക്ക് വന്നിട്ടില്ല. ഇനി നമ്മുടെ കയ്യിൽ ലെമൺ എല്ലോണ്ട് ഇതുണ്ട്. അപ്പൊ അതും കൂടെ കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഫുള്ളൊന്ന് ഡൈ ചെയ്ത് നോക്കാം. മേ ബി നല്ലതായിരിക്കും. ഇതിൻ്റെ അകത്തൊന്നും അധികം ഇത് വന്നില്ല എന്നേ. ഇത് ചെറിയ കളർ വന്നു. വലിയ കാര്യമായിട്ടുള്ള പ്രിന്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല. നോക്കാം.